ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ക്ലാസ്സിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇനിയൊരു ക്ലാസ്സിലേക്ക് എങ്ങനെ നമുക്ക് ഡാറ്റാസ് പാസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പം എന്താ നോക്കിയിട്ടുള്ളത്, നമുക്കൊരു ഫംഗ്ഷനിലേക്ക് എങ്ങനെ ഡാറ്റാസ് പാസ് ചെയ്യുന്നത് മാത്രമേ നമ്മളിവിടെ നോക്കിയിട്ടുള്ളൂ. പക്ഷേ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് എങ്ങനെ ഡാറ്റാസ് പാസ് ചെയ്യാം നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം കേട്ടോ. പക്ഷേ അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കവർ ചെയ്യാൻ വിട്ടുപോയ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡാറ്റാസ് പാസ് ചെയ്യുന്നതിലേക്ക് പോകാം. എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ നാവിഗേറ്റർ ഡോട്ട് ഓഫ് കോൺടെക്സ്റ്റ് നമ്മൾ റീഡയറക്ഷന് വേണ്ടി യൂസ് ചെയ്തു, ഓക്കെ അല്ലേ. പക്ഷേ നമ്മളിവിടെ പുഷ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ഇനിയും കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഇവിടെ പുഷ് എന്ന് പറഞ്ഞ സംഭവത്തിലൊന്ന് കൺട്രോൾ സ്പേസ് അടിച്ചാൽ നമുക്ക് കാണാം, കണ്ടില്ലേ, ഇനിയും കുറേ ഫംഗ്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ നമുക്ക് ഇനിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പം എന്താണെന്ന് വെച്ചാൽ, പുഷ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാണ്. അതെന്തിനാണ് നമുക്ക് നോക്കാം കേട്ടോ, എന്തിനാണ് നമുക്കത് യൂസ് ചെയ്യുന്നതെന്ന്. ആദ്യം നമ്മുടെ പുഷ് എന്തിനാണ് നമുക്ക് യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കാം. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താണ്. ഇപ്പം നമ്മൾ പുഷ് ചെയ്യുമ്പോഴത്തേനും ബാക്ക്ഗ്രൗണ്ടിൽ ഹിസ്റ്ററി കീപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ബാക്ക് ചെയ്യുമ്പോഴത്തേനും ആ ഒരു ഫസ്റ്റ് സ്ക്രീൻ വരുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ പുഷ് റീപ്ലേസ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലോ, സെയിം കോഡാണ്, അതിൻ്റെ അകത്ത് ഡിഫറൻസ് ഒന്നുമില്ല, സെയിം കോഡാണ്. ഓക്കെ, റീപ്ലേസ്മെൻറ്റാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം റീഡയറക്റ്റ് ചെയ്തു, കറക്റ്റായിട്ട് റീഡയറക്റ്റ് ആയി. പക്ഷേ നമ്മളിപ്പോൾ ബാക്ക് ചെയ്തപ്പം നമ്മുടെ പുഷിൻ്റെ അകത്ത് നമ്മുടെ മെയിൻ സ്ക്രീനിലേക്ക് വന്നു. പക്ഷേ നമുക്ക് ഇവിടുന്ന് ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, കണ്ടില്ല, ആപ്ലിക്കേഷൻ മൊത്തമായിട്ട് എക്സിറ്റ് ആവുക ചെയ്ത്. അതായത് എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ഹിസ്റ്ററീസ് ഒന്നും ഇല്ല. അപ്പം നമുക്ക് ആപ്ലിക്കേഷൻ എക്സിറ്റ് ആവുന്ന പോലെയാണ് നമുക്ക് അവിടെ റിഫ്ലക്റ്റ് ആവുന്നത്. ഓക്കെ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊന്നും അവിടെ കാണിക്കാനില്ല അന്നേരം, അങ്ങനെയായിരിക്കും നമ്മുടെ അവിടെ എക്സിറ്റ് ആവുന്നത്. അങ്ങനെയാണ് നമ്മുടെ പുഷ് റീപ്ലേസ്മെൻറ്റ് അവിടെ വർക്ക് ആവുന്നത്. ഓക്കെ അല്ലേ, ഇഷ്ടം റീലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പുഷും പഠിച്ചു, അങ്ങനെ പുഷ് റീപ്ലേസ്മെൻറ്റും പഠിച്ചു. പക്ഷേ ഇവിടെ ഇനിയും വേറെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അതായത് പുഷ് എന്ന് പറയുമ്പം പുഷ് നെയിംഡ് റൗട്ട് ഉണ്ട്, അങ്ങനെ പുഷ് നെയിംഡ് റൗട്ട് ബാക്ക്ഗ്രൗണ്ട് മൊത്തം റിമൂവ് ചെയ്തിട്ട് ഇനിയൊരു നെയിംഡ് റൗട്ട് ഉണ്ട്. ഇത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസ് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് അത്യാവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ പുഷ് റീപ്ലേസ്മെൻറ്റും, ഇത് രണ്ടും മാത്രമേ നമുക്കിപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ പുഷ് നെയിം എന്ന് പറഞ്ഞ സംഭവം ഇത് നമുക്ക് ആവശ്യം വരും. പക്ഷേ ഇത് നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ, വലിയ വലിയ ആപ്ലിക്കേഷൻസ്, ഒരു 40-50 സ്ക്രീൻസൊക്കെ വരുന്ന ആപ്ലിക്കേഷനകത്ത്, അങ്ങനത്തെ ഒരു 10-15 സ്ക്രീനിൻ്റെ മേലൊക്കെ വരുന്ന ആപ്ലിക്കേഷനകത്ത് മാത്രമാണ് പുഷ് നെയിംഡ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ മെയിൻലി യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, നമുക്ക് ചെറിയ ചെറിയ ആപ്ലിക്കേഷനകത്ത് പുഷ് റീപ്ലേസ്മെൻറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ അല്ലേ. അപ്പം പുഷ് റീപ്ലേസ്മെൻറ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക്, അതായത് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അതായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ നമുക്ക് ഡാറ്റാസ് പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് നമ്മൾ ഡാറ്റാസ് പാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം. സോ അതിനുവേണ്ടി ആദ്യം നമ്മളിവിടെ എങ്ങനെയാണ് നമ്മുടെ ഫംഗ്ഷനിലേക്ക് നമ്മൾ ഡാറ്റാസ് പാസ് ചെയ്തത്. അതായത് ഇതാണ് നമ്മുടെ ഈ ഒരു ബിൽഡ് കോൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് പാസ് ചെയ്തത്, ഒരു ആർഗ്യുമെൻറ്റ് വരച്ചിട്ടാണ് നമ്മൾ പാസ് ചെയ്തത്. അങ്ങനെ തന്നെ സെയിം ആണ് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ബിൽഡ് ഫംഗ്ഷനിലേക്ക് നമ്മൾ എങ്ങനെയാണോ പാസ് ചെയ്തത് ഡാറ്റാസ്, അങ്ങനെ തന്നെ സെയിം ആണ് നമ്മുടെ ഒരു ക്ലാസ്സിലേക്കും ഡാറ്റാസ് പാസ് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് ഡിഫറൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ, ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്ന രീതിയിലാണ് ഡിഫറൻസ് ഉള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അതായത് ഈ ഒരു ഡീറ്റെയിൽസ് പേജ്, അതായത് ഈ ഡീറ്റെയിൽസ് പേജ് എന്നുള്ള ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റാസ് നമ്മൾ ഫംഗ്ഷനിൽ നമ്മൾ എങ്ങനെയാണ് ഡാറ്റാസ് അക്സെപ്റ്റ് ചെയ്തത്, ഈ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ ഫംഗ്ഷനൊക്കെ അക്സെപ്റ്റ് ചെയ്തത്, അല്ലേ, ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ നമുക്ക് ആ ബ്രാക്കറ്റ് ഇല്ല, നമ്മളിപ്പോൾ എന്ത് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കൺസ്ട്രക്ടർ എന്ന് പറയുമ്പം നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ സെയിം പേര് നമ്മൾ യൂസ് ചെയ്യണം, അതായത് സെയിം പേര് നമ്മൾ യൂസ് ചെയ്യണം. അത് മാത്രമല്ല, കൺസ്ട്രക്ടർ യൂസ് ചെയ്യുമ്പം നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ യൂസ് ചെയ്യണം. അത് മാത്രമേ ഇനിയൊരു കൺഫോം കൂടെ ഉണ്ട്, ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ്റെ അകത്തൊന്നും കൺസ്ട്രക്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. അതും ഈ ഒരു ഓവർറൈഡിൻ്റെ മേലെ ആയിട്ടാണ് നമുക്കൊരു കൺസ്ട്രക്ടർ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് കൺസ്ട്രക്ടർ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ സെയിം പേരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സെയിം പേര് നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനെ ഒരു സെമിക്കോൾ ഇത്ര യൂസ് ചെയ്തപ്പോൾ നമ്മൾ കൺസ്ട്രക്ടറായി. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്കിവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, അങ്ങനെയാണ് നമുക്കിവിടെ ഡാറ്റാസ് എല്ലാം പാസ് ചെയ്യാം. ഓക്കെ അല്ലേ. അങ്ങനെ പാസ് ചെയ്യുമ്പം നമുക്ക് ഡാറ്റാസ് കിട്ടും. ഓക്കെ, ഇപ്പം നമ്മളിവിടുന്ന് ജസ്റ്റ് ഈ ഒരു ആർഗ്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ കോപ്പി ചെയ്തു. അങ്ങനെ കോപ്പി ചെയ്തിട്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് ഇവിടെ പാസ് ചെയ്തു. നമ്മളെങ്ങനെയാണ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തത്, അങ്ങനെയാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ്സും പാസ് ചെയ്തു. ഓക്കെ, സെറ്റായി.
പക്ഷെ നമ്മളിവിടെ ആർഗ്യുമെൻറ്റ്സ് നമുക്കിവിടെ എല്ലാം നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. അതായത് നമ്മുടെ ഈ ഒരു ഇമേജ് എന്ന് പറഞ്ഞ ഒരു ആർഗ്യുമെൻറ്റ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ നോക്കിയാലോ, നമുക്ക് ഇവിടെ നമുക്ക് ആ ഇമേജ് എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ ജസ്റ്റ് നോക്കാം. IMG എന്ന് വരച്ചു. നമ്മളിവിടെ സെയിം പേരാണ് കൊടുത്തത്, പക്ഷെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആർഗ്യുമെൻറ്റ് ഈ ഒരു കൺസ്ട്രക്റ്റിനകത്ത് മാത്രമാണ് അവൈലബിൾ ഉള്ളത്. ഈ ഒരു ബിൽഡ് ഫംഗ്ഷനിലേക്കൊന്നും അവൈലബിൾ ആവില്ല. കാരണം നമ്മളത് പുറത്ത് യൂസ് ചെയ്യുന്നില്ല. അത് ലോക്കൽ വേരിയബിൾ മാത്രമായിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിൽ മൊത്തമായിട്ട് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ആർഗ്യുമെൻറ്റ്സ് എല്ലാം നമ്മുടെ ഗ്ലോബൽ വേരിയബിളായിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എല്ലാം യൂസ് ചെയ്യാം. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുമ്പം ഈ ഒരു ക്ലാസ്സിൻ്റെ മേലെയായിട്ട്, അതായത് ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ്റെ അകത്തല്ല, ഇതിൻ്റെ മേലെയായിട്ട്, അതായത് ഒന്നെങ്കിൽ ഇവിടെ ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ മേലെയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് സെയിം നമ്മളിവിടെ എന്താണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് അത് തന്നെ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് സെമിക്കോളം വരച്ചു. അങ്ങനെ സെയിം ഇതെല്ലാം ഒന്ന് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് IMG എന്ന് കൊടുത്താലോ. IMG കണ്ടില്ല, ഇപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇപ്പം നമുക്ക് ഈ IMG നമുക്ക് ഇവിടെ നിന്നല്ല കിട്ടുന്നത്, പക്ഷേ ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കണ്ടില്ല, ഇങ്ങനെ ഹൈലൈറ്റ് പോയിട്ടുള്ളത് ഇവിടെയാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺട്രോൾ പിടിച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ നമുക്ക് കാണാം. കണ്ടില്ല, മൗസ് കർസറിയുടെ പോയിട്ടുള്ളത് ഇവിടെയാണ്, പക്ഷെ ഇങ്ങോട്ടല്ല വന്നിട്ടുള്ളത്. ഇതെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിലേക്ക് നമുക്ക് ഇവിടുന്ന് വരുന്ന ഡാറ്റാസ് എല്ലാം ഇത് ഓവർ റൈഡ് ചെയ്യും. അതായത് നമ്മൾ IMG ഈക്വൽ ടു ഈ ഡാറ്റ അങ്ങനെ കൊടുക്കില്ല നമ്മൾ. അതായത് നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും ഈ IMGയിലേക്ക് നമുക്ക് എന്തെങ്കിലും വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഒരു ഡാറ്റാസ് നമ്മൾ പാസ് ചെയ്യില്ലേ, അങ്ങനെ തന്നെയാണ് നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ടറും ചെയ്യുന്നത്. അതായത് അവിടുന്ന് വരെ ഡാറ്റാസ് ഇവിടെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും. അതായത് ഇവിടെ നമ്മൾ എന്തെങ്കിലും ഡാറ്റാസ് ഇവിടെ പാസ് ചെയ്താൽ ഇവിടെ ഡാറ്റാസ് എല്ലാം കിട്ടും. അങ്ങനെ തന്നെ ഈ ഒരു ഡാറ്റാസ് നമ്മൾ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ നമുക്കിങ്ങനെ പാസ് ചെയ്യില്ല. ഇപ്പം നമുക്കിവിടെ ഡാറ്റാസ് എന്തെങ്കിലും പാസ് ചെയ്താലും നമുക്കിവിടെ അവൈലബിൾ ആവില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു IMG എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ നമ്മൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് എല്ലാം ഡിക്ലെയർ ചെയ്തിട്ട് ഇത് ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ this.img എന്നാണ് കൊടുക്കുന്നത്. അപ്പം this. എന്ന് പറയുമ്പം നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ ഡാറ്റ ടൈപ്സ് എല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്തായിട്ട് this.img എന്ന് പറയുമ്പം ഈ ഒരു വേരിയബിൾ എടുത്തിട്ട് ആ IMGയിലേക്ക് നമുക്ക് അവിടെ നിന്ന് വരെ ഡാറ്റാസ് എല്ലാം ഇതിലേക്ക് സ്റ്റോർ ആവുന്ന പോലെയും ഇതിലേക്ക് സ്റ്റോർ ആയാൽ ഇതിലേക്ക് സ്റ്റോർ ആവുന്ന പോലെയും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ഉള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെ തന്നെ സെയിം നമുക്ക് എല്ലാത്തിനും നമുക്ക് ഇവിടെ നമ്മൾ ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുന്ന കൊടുക്കുന്നതിൻ്റെ പകരം നമുക്ക് this. എന്ന് വെച്ചാൽ നമുക്ക് സെയിം ആയിട്ട് എല്ലാത്തിനും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. this. ഓക്കെ, അപ്പം ഇവിടെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് അതിൻ്റെ അകത്തുള്ള ഡേറ്റാസ് എല്ലാം നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ഉള്ളത്. എന്തൊക്കെയൊക്കെയോ ഞാൻ പറയുന്നുണ്ട്, എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇനിയും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ തന്നെ നമ്മൾ ടെലിഗ്രാം ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ചോദിക്കാവുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെ നമ്മളൊരു കൺസ്ട്രക്ടർ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ തന്നെ ഈ കൺസ്ട്രക്ടറിനകത്ത് വരുന്ന വാല്യൂസ് എല്ലാം ഇതിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ചെയ്തു. അങ്ങനെ തന്നെ ഇവിടുന്ന് വരുന്ന വാല്യൂസ് എല്ലാം നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് IMG എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കൺസ്ട്രക്ടറിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമുക്കിപ്പോൾ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു വാർണിംഗ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഇമ്മ്യൂട്ടേബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർണിംഗ് വരുന്നത്. സോ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രിങ്ങിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫൈനൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാത്തിനും നമുക്ക് ഫൈനൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ല, ഇങ്ങനെ ഫൈനൽ ആഡ് ചെയ്തപ്പം ഫൈനൽ എന്ന് പറഞ്ഞൊരു കീബോർഡ് ആഡ് ചെയ്തപ്പം നമ്മുടെ എറർ പോയിട്ടുണ്ട്. അതായത് ഈ ഒരു സ്റ്റേറ്റ്ലെസ് വിചാരി ഇമ്മ്യൂട്ടേബിൾ എന്ന് പറഞ്ഞൊരു എറർ വരുന്നുണ്ടായിരുന്നു. എറർ നല്ല വാർണിംഗ്, അത് നമുക്ക് ചെയ്തില്ലാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒരു വാർണിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനൽ ഇപ്പോൾ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം കൺസ്ട്രക്ടർ ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഡോട്ട് ഈ ഒരു ഡീറ്റെയിൽസ് പേജിലേക്ക് നമുക്ക് ഡാറ്റാസ് പാസ് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് നമ്മൾ പാസ് ചെയ്ത ഡാറ്റാസ് എല്ലാം ഈ ഒരു ആർഗ്യുമെൻറ്റിലേക്കാണ് വരുന്നത്. അങ്ങനെ തന്നെ ഈ ഒരു ആർഗ്യുമെൻറ്റ് നമുക്കിവിടെ പാസ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഡാറ്റാസ് എല്ലാം അവിടേക്കും വന്നോളൂ. ഓക്കെ, IMG ആദ്യം പാസ് ചെയ്തു.
ഇപ്പം നിങ്ങൾ ഇവിടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ പൊസിഷണൽ ആർഗ്യുമെൻ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. പൊസിഷണൽ ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ മിസ്റ്റേക്ക് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ പ്ലേസ്മെൻറ്റ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഇമേജ്, ടൈറ്റിൽ, പ്രൈസ് അങ്ങനെ കോണ്ടെക്സ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മളിവിടെ കൊടുക്കുമ്പം ആദ്യം കോണ്ടെക്സ്റ്റ് കൊടുത്തു, അല്ലെങ്കിൽ പ്രൈസ് കൊടുത്തു, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഓരോരോ പേര് നമ്മൾ കൊടുത്തുകൊണ്ട് പോയാൽ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. സോ അത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുമ്പം വേറെ തന്നെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് വരുന്നത്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ആർഗ്യുമെൻറ്റ്സിനെ നമുക്ക് പൊസിഷണൽ ആർഗ്യുമെൻറ്റ് മാറ്റിയിട്ട് നെയിംഡ് ആർഗ്യുമെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഓപ്ഷനിലായിരിക്കും, എറർ പോയി ഓപ്ഷനിലായിരിക്കും. അങ്ങനെ തന്നെ കൺട്രോൾ സ്പേസ് കൊടുക്കുമ്പം നമുക്ക് എന്താണ് ഏതിനാണ് പാസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പം ഇമേജ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് IMG പാസ് ചെയ്തു. അങ്ങനെ തന്നെ പ്രൈസ്, ടൈറ്റിൽ എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് ടൈറ്റിൽ പാസ് ചെയ്തു. ഇങ്ങനെ നമ്മൾ നമ്മുടെ നെയിംഡ് ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് വരയ്ക്കാം. അതായത് ഈ നമുക്ക് ആദ്യം വേണമെങ്കിൽ വരയ്ക്കാം, വേണേൽ ഇത് അവസാനം എങ്ങനെ വേണേൽ വരയ്ക്കാം. അത് ഇതിനകത്ത് മാറ്റർ ആവില്ല. പക്ഷേ പൊസിഷണൽ ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യുമ്പം കറക്റ്റായിട്ട് എന്താണോ ഉള്ളത്, ഫസ്റ്റ് നമ്മൾ സ്ട്രിങ്, ഇമേജ് ആയിട്ടുള്ള സ്ട്രിങ് ആണ് വേണ്ടത്. പിന്നെ ടൈറ്റിൽ നമുക്ക് വേണം, ടൈറ്റിൽ വേണം, പ്രൈസ് നമുക്ക് വേണം, പ്രൈസ് വേണം. ഇതെല്ലാം പൊസിഷണൽ ആർഗ്യുമെൻ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. സോ അത് കറക്റ്റാണ്, അതിനനുസരിച്ചുള്ള ഓർഡറിലാണ് നമുക്ക് അവിടെ പാസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ പാസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ. പിന്നെ കോണ്ടെക്സ്റ്റ് നമ്മുടെ കോണ്ടെക്സ്റ്റ് നമ്മൾ പാസ് ചെയ്തു. അങ്ങനെ നമ്മുടെ പ്രൈസ് നമ്മൾ പാസ് ചെയ്തു. ഓക്കെ അല്ല? ഇപ്പോൾ നമ്മളെല്ലാം പാസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എററും എല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ പാസ് ചെയ്യുമ്പം ഇവിടെ നിന്നുള്ള ഡാറ്റാസ് എല്ലാം, അതായത് ഈ ഒരു ഫംഗ്ഷനിലേക്ക് വന്ന ഡാറ്റാസ് എല്ലാം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും, അതായത് ഈ ഒരു ഓൺ ടാപ്പ് ഫംഗ്ഷൻ വിളിക്കുമ്പോഴത്തേനും ഈ ഒരു ഡീറ്റെയിൽസ് പേജിലേക്കും പാസ്സായിട്ട് ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ഒരു ടൈറ്റിൽ വരുന്ന പോലെ നമുക്ക് കൊടുക്കാം, ടൈറ്റിൽ. ഓക്കെ. അപ്പം നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സേവ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ വരുന്ന ടൈറ്റിലാണോ നമ്മുടെ ഇവിടെ ടൈറ്റിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. കണ്ടില്ലേ, എലിമെൻറ്റ് ടിൻ ക്യാൻഡൽ എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, സമ്മർ ക്യാൻഡൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഓരോരോ വിഡ്ജറ്റിനനുസരിച്ചുള്ള ഡാറ്റാസ് എല്ലാം ഇവിടെ പാസ്സാവുന്നുണ്ട്. ഓക്കെ അല്ല? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡാറ്റാസ് എല്ലാം പാസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ട് വിചാരിക്കുന്നു. അങ്ങനെ നമുക്ക് ജസ്റ്റ് വേറെ ഡാറ്റാസൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇതിനെ സെൻറ്ററിനെ മാറ്റിയിട്ട് നമുക്ക് ഒരു കോളമിലേക്ക് കൺവേർട്ട് ചെയ്യാം. കോളം മാറ്റിയിട്ട് ഒരു ടെക്സ്റ്റ്, ഒരു ഇമേജ്, പ്രൈസ്, കോണ്ടെക്സ്റ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ. ഓക്കെ. ഇപ്പം ഇത്രയും ഡിസ്പ്ലേ ആകാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാം വരുന്നുണ്ടോ ഇല്ലയെന്ന്. കണ്ടില്ല, എല്ലാം നമുക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുക്കാം. മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് ഡോട്ട് സെൻറ്റർ. ഓക്കെ. കണ്ടില്ലേ, എല്ലാ എലിമെൻറ്റും വരുന്നുണ്ട്. നമ്മൾ ടൈറ്റിലായിട്ട് എലിമെൻ്റൽ ടിൻ ക്യാൻഡൽ എന്ന് വന്നു. അങ്ങനെ തന്നെ നമ്മുടെ ഇമേജിൻ്റെ പൊസിഷനായിട്ട് നമുക്ക് 1 എന്ന് വന്നു. അങ്ങനെ പ്രൈസായിട്ട് നമുക്ക് 29 വന്നു. ബാക്ക് പോടാ. കണ്ടില്ലേ, സെയിം അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്താലും പ്രൈസ് 60 വന്നു, ഡമ്മി ക്യാൻഡിൽ വന്നു, അതിൻ്റെ ഇമേജിൻ്റെ പാത്തിൻ്റെ 4 വന്നു. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റാസ് പാസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇതെല്ലാം നമ്മൾ കൺസ്ട്രക്ടറെല്ലാം യൂസ് ചെയ്തിട്ടാണ് പാസ് ചെയ്യുന്നത്. പക്ഷേ ഇനിയും വേറെ മെത്തേഡ്സൊക്കെ ഉണ്ട്. അതായത് നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെൻറ്റുള്ള യൂസ് ചെയ്യുമ്പം നമുക്കിങ്ങനെ കൺസ്ട്രക്ടറിലുള്ള ഡാറ്റ പാസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതായത് നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെൻറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്ലാസ്സിലേക്ക് നമ്മളെല്ലാം ഡാറ്റാസ് പാസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് എല്ലാ ഡാറ്റാസ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം നമ്മുടെ അഡ്വാൻസ് സെഷൻ്റെ അത് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് സ്റ്റേറ്റ് മാനേജ് യൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ പ്രൊവൈഡറോ ഗെറ്റെക്സോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത നമ്മുടെ സെഷൻസ് എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റാസ് എല്ലാം പാസ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എളുപ്പമായി. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇവിടെ ഡാറ്റാസ് എല്ലാം വന്നു. ഇനി ഡീറ്റെയിൽസ് പേജിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസിൻ്റെ UI നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ. ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളിവിടെ ഫൈനൽ യൂസ് ചെയ്തു. പക്ഷേ ഇതെന്തിനാ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഇമ്മ്യൂട്ടബിൾ, അതായത് വാർണിംഗ് നമ്മൾ എടുത്തു കളയാൻ വേണ്ടി യൂസ് ചെയ്തത്. പക്ഷേ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു റിസ്ട്രിക്ഷൻ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ ഈ ഒരു ഇമേജ് ടൈറ്റിൽ നമ്മൾ യൂസ് ചെയ്തു. അങ്ങനെ ഈ ഒരു ഇമേജ് ടൈറ്റിൽ നമുക്ക് ഈ ഒരു ടൈറ്റിലിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യണം. ടൈറ്റിൽ ഈസ് ഈക്വൽ ടു നമ്മൾ അവിടെ നിന്ന് വന്ന ടൈറ്റിൽ വേണ്ട, നമുക്ക് വേറെ തന്നെ ഒരു ടൈറ്റിൽ വേണം.
അങ്ങനെ നമ്മൾ എന്തെങ്കിലും മോഡിഫൈ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ഈ ഡാറ്റിൻ്റെ ഒരു ലാംഗ്വേജ് നമുക്കത് റെസ്ട്രിക്ഷൻ ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ടൈറ്റിൽ നമ്മളിവിടെ ഫൈനൽ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ എല്ലാത്തിനും നമ്മൾ ഫൈനൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫൈനൽ ഇല്ലയെന്ന് വെച്ചാൽ നമുക്കവിടെ മോഡിഫൈ ചെയ്യാൻ വിടുന്നുണ്ട്. പക്ഷേ ഫൈനൽ വെച്ചാലോ നമുക്കവിടെ മോഡിഫൈ ചെയ്യാൻ വിടുന്നില്ല. സോ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു വേരിയബിൾ നമ്മുടെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സ്ട്രിംഗ് എന്നാണ് എന്തെങ്കിലും ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ടൈറ്റിൽ 2 എന്ന് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടൈറ്റിൽ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഒരു ടൈറ്റിൽ നമുക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ടൈറ്റിൽ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇതിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇനി നമുക്ക് ഈ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് വേണേൽ മോഡിഫൈ ചെയ്യാം. ഓക്കെ അല്ലേ? ഇങ്ങനെ നമുക്ക് വേണേൽ മോഡിഫൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്താൽ, അല്ല ഫൈനൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ അല്ല, ഒരു ഡാറ്റ ടൈപ്പാണത്. ഓക്കെ, അതായത് നമ്മൾ വേറെ സ്ട്രിംഗ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഒരു ഡാറ്റ ടൈപ്പാണ് ഫൈനൽ എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനൽ എന്ന് പറഞ്ഞ ഈ സംഭവം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റെസ്ട്രിക്ഷൻ നമ്മൾ നോക്കി. അങ്ങനെ ആ റെസ്ട്രിക്ഷൻ നമുക്കിങ്ങനെ ഓവർറൈഡ് ചെയ്യാൻ നമുക്ക് നോക്കി. ഓക്കെ അല്ലേ? അപ്പം എല്ലാം മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അതുതന്നെ അടുത്ത നമ്മുടെ വീഡിയോൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ഒരു ഡീറ്റെയിൽസ് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഈ വീഡിയോൻ്റെ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. അടുത്ത വീഡിയോൻ്റെ അകത്ത് കാണുന്നവർ ബായ്. അങ്ങനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് മറക്കല്ലേ. ഓക്കെ, ബായ്.